അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും FT വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ മുഖം കണ്ടാൽ മനസ്സിലാകും, ഞങ്ങളൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബേബി ബോയ് വന്നിരിക്കുകയാണ്, അതായത് ന്യൂ മെമ്പർ ഇൻ അവർ ഫാമിലി. അതെ, ജൂൺ 18-ാം തീയതി രാവിലെ 9:31 ഞങ്ങൾക്ക് കുട്ടി ജനിച്ചിരിക്കുന്നു. ആൺകുട്ടി. അപ്പം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. നമ്മള് ലാസ്റ്റ് വീഡിയോ മെറ്റേണിറ്റി ബാഗിന്റെ വീഡിയോ ആയിരുന്നു. അതിന്റെ അന്നേ രാത്രിയിലാണ് എനിക്ക് പെയിൻ വരുന്നതും നെക്സ്റ്റ് ഏർലി മോർണിംഗ് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. വളരെ പെട്ടെന്നായിരുന്നു. മെറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്ത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമഡി ആയിരുന്ന ഒരു കാര്യം. കാരണം PV എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗായത്രിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിങ് ആയിട്ട് ആക്ച്വലി ബ്ലീഡിങ് അല്ല, ഒരു കളർ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് പോലെ ബ്ലഡിന്റെ സ്പോട്ടിംഗ് പോലെ കണ്ടത് PV ചെയ്തതിന് ശേഷം. പക്ഷെ നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. കാരണം ബ്ലീഡിങ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ പേടിച്ചു പോയപ്പോഴത്തേക്കും നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോർമൽ, ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണ്. ഈ ബ്ലഡ് വരുന്നതൊക്കെ PV ചെയ്ത യൂഷ്വലി വരുന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ ബ്ലഡ് കുഴപ്പമില്ല, കാരണം ഒരു സ്പോട്ട് പോലെയായിരുന്നു, മറ്റേ നല്ല രീതിയിൽ ബ്ലഡ് പോലെ കണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിൽ വന്ന്, ടെൻഷനൊന്നും ഇല്ലാന്ന് വിചാരിച്ചു ഭാഗ്യം, നേരെ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ നമ്മുടെ മെറ്റേണിറ്റി ഈ ഒരു ബാഗ് ചെക്ക് ലിസ്റ്റിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി സാധനങ്ങളൊക്കെ മേടിച്ചെല്ലാം കളക്ട് ചെയ്ത് വെച്ചു. ചെയ്യാന്ന് പറഞ്ഞ് കുറെ ദിവസം ഇരുന്നു. അപ്പോഴത്തേക്കും ഗായത്രി എന്ന് പറഞ്ഞു, വിവേക് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. കാരണം എനിക്ക് ഇപ്പോഴെനിക്ക് ഡൗട്ടായി തുടങ്ങി, എപ്പോഴാകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം എന്ന രീതിയിൽ ഞങ്ങളപ്പം വീഡിയോ എടുത്ത് അന്ന് രാത്രി ഒരു 10:30 ആയപ്പം എനിക്ക് ഇങ്ങനെ നടുവിന് വേദന വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് ഷോക്ക് അടിക്കുന്നതിന് നമ്മൾ പീരിയഡ്സിന് ഇങ്ങനെ വലിച്ചു വേദനിക്കുന്ന പോലത്തെ വേദന വന്നു. പക്ഷെ എനിക്കത് നമ്മുടെ ഡെലിവറി പെയിൻ ആണെന്ന് എനിക്കറിയാം. ഡെലിവറി പെയിൻ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ PV ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഈ പെയിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആശ്വസിച്ച് 10 തൊട്ട് വെളുപ്പിന് 5 മണി വരെ 5 മണിയായപ്പം എന്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. കാരണം ആ സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി. അതാണ് വേറൊരു കോമഡി. ട്രാജഡി എന്ന് പറഞ്ഞത് കോമഡിയല്ല, ട്രാജഡിയാണ്. കാരണം ഗായത്രി ഇങ്ങനെ പേടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഗായത്രി ചോദിച്ചു, ഗായത്രി ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു. വേണ്ട വിവേക്, എനിക്ക് താങ്ങാൻ പറ്റുന്ന പെയിനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. പിന്നെ ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനും പറഞ്ഞ് PV ചെയ്ത. അപ്പൊ ഡോക്ടറോട് പറഞ്ഞതനുസരിച്ച് ഞാനും PV ചെയ്താന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 5 മണിക്ക് ഞാൻ വേദന ഭയങ്കര പറഞ്ഞപ്പോഴും എന്നോട് അത് PV ചെയ്തത്. അപ്പൊ ഞാൻ PV ചെയ്തതല്ല, PV ചെയ്തതിന്റെ വേഗം എനിക്ക് പെയിൻ താങ്ങുന്നില്ല. ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകുന്ന അപ്പൊ തന്നെ ഞെട്ടി. ഞാനും എണ്ണീറ്റ് നോക്കി. ഞാൻ താഴെ വന്ന അമ്മയോടൊക്കെ പറഞ്ഞു റെഡിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഇവരെ കൊണ്ട് മറ്റേ കാഷ്വാലിറ്റിയുടെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോഴത്തേക്കും ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് പോലും ചെയ്തില്ല, അവിടെ തന്നെ ഇട്ടിട്ട് നേരെ വന്നു. അകത്തോട്ട് വന്നൊരു വീൽ ചെയർ അറേഞ്ച്. അപ്പൊ കാര്യം പറഞ്ഞു വേണ്ട വീൽ ചെയർ, ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വീൽ ചെയർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. വീൽ ചെയർ യൂസ് ചെയ്ത് പിന്നെ ആള് നേരെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം. അതെ, ലേബർ റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഇതിപ്പോ കുറച്ച് ഉള്ളിൽ പ്രസവിക്കുന്നത്. അപ്പത്തേക്ക് ഞാൻ ഫുൾ ടെൻഷനായി. ഞാൻ അതുദ്ദേശമല്ല പോയത്, ചുമ്മാ ചെക്കപ്പിന് പോയതാ എന്നുള്ള രീതിയിലാണ് പോയത്. പെട്ടെന്ന് ലേബർ റൂമിൽ കടത്തി. കുറെ വേറെ പെൺപിള്ളേരും ഉണ്ടായിരുന്നു പ്രസവിക്കാൻ. അങ്ങനെ എന്താ പറയാ, ഫുൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോ ഈ വേദന കൂടിക്കൊണ്ടേയിരുന്നു. കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ പെട്ടെന്ന്. പിന്നെ വെള്ളം ബ്രേക്ക് ആയപ്പോ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സിസ്റ്ററേ എനിക്ക് പറ്റുന്നില്ല, അതാണ് ഇതെന്ന് പറഞ്ഞ് ബഹളം. ഞാൻ ഒരാൾ മാത്രമേ അവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാം പെൺപിള്ളേർ തലേന്ന് രാത്രി വന്ന് അഡ്മിറ്റ് ആയി, പെയിൻ വരാതെ ഇങ്ങനെ കിടക്കും. അതുമല്ല, ഞാൻ ആ സമയത്ത് ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ഗായത്രി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഗായത്രി കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതുവരെ ഞാൻ അങ്ങനെ ഗായത്രിയെ കണ്ടിട്ടില്ല. വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് ഗായത്രി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് നേരത്തെ മറ്റേ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവര് ഒരു പാസ് വേർഡ് ഇങ്ങനെ കുത്തുന്നു, ഡിജിറ്റ് ആ ഡിജിറ്റ് ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ ഡോർ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നു, അകത്തോട്ട് പോകുന്നു. ഞാൻ നോക്കാൻ നേരത്ത് ഓരോ റൂമായിരിക്കും വിചാരിച്ചു. നോക്കാൻ നേരത്തെ അല്ല, ഇവരവരുമായി കർട്ടന്റെ അകത്ത് വെച്ച് കത്തിയിരിക്കുക. അപ്പൊ അത് ഗായത്രി വയ്യ. അപ്പൊ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നേഴ്സിനോട് ചോദിച്ചപ്പോ ഇത് നോർമൽ സംഭവമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് നോർമൽ ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. നോർമലാണ്, കുഴപ്പമൊന്നുമില്ല.
അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, നേഴ്സ് പറഞ്ഞു പെയിൻ കൂടുക, അപ്പം പൊക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുക. അപ്പം ഞാൻ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ എന്നിട്ട് ഭയങ്കര വിശപ്പും കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് തല കറങ്ങുന്ന എല്ലാം കൂടെ അപ്പോഴത്തേക്കും ഭ്രാന്തായിരിക്കുക. ഞാൻ വെച്ചാൽ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ താഴെ വന്നു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഗായത്രിക്ക് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഇഡ്ഡലി എന്തോ ആയിരുന്നല്ലോ, ഈ വേദനയുടെ ഇഡ്ഡലി. ഞാൻ ഇഡ്ഡലി വേണ്ട, അപ്പൊ അത് പറഞ്ഞു ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും. കഴിക്കാൻ പറ്റത്തില്ല, കുറെ ലേറ്റ് ആവും, കാരണം ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റില്ല, ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ കഴിക്കാനും പറ്റില്ല. ഞാൻ പിന്നെ ഒരു ടീ തന്നു, ബ്ലാക്ക് ടീ തന്നു, അത് മാത്രം കുറച്ച് കുടിച്ചു. അപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ ഗായത്രി കഴിച്ചെന്ന് വിചാരിച്ച് ആ ഒരു ഇതില് ഞാനും പോയി കഴിക്കാൻ വേണ്ടി തൊട്ട് താഴെ തന്നെ പാൻട്രിയിൽ പോയിട്ട് ഞാൻ ചേട്ടനും കൂടെ ഇങ്ങനെ നെയ്റോസ്റ്റും മറ്റേ ഉഴുന്നോടെയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും ചായയൊക്കെ ഓർഡർ ചെയ്ത് ഞാനിങ്ങനെ ഒരു ദോശ എടുത്തിട്ട്, ഞാൻ എല്ലായിടത്തിലും പറയുന്നത് കഴിഞ്ഞാൽ ഞാൻ ദോശ എടുത്തിട്ട് ഇങ്ങനെ ചമ്മന്തിയിലിട്ട് മുക്കിയത് ഒരു അനൗൺസ്മെന്റ്, ഗായത്രി ബ്ലെസ്ഡ് വിത്ത് എ ബേബി ബോയ്. ഞാൻ ദോശ എല്ലാം അവിടെ അടിച്ചിട്ട് നേരെ ഒരൊറ്റ ഓട്ടമായിരുന്നു. മേളെത്തിയപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ആൺകുട്ടി അല്ലേ. ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോക്കാൻ നേരത്ത് ആ ഡോർ ഇങ്ങനെ ഓപ്പൺ ആകുന്നു, ഒരു മറ്റേ തൊട്ടിലിനകത്ത് ഏഞ്ചൽ, അതായത് ബ്ലൂ എന്ന് പറഞ്ഞ ആളും പിങ്ക് എന്ന് പറഞ്ഞ പെൺകുട്ടി ഒന്നാണ്. അപ്പൊ ബ്ലൂവിന്റെ ഒരു ഇത് വെച്ച് ക്രാഡിൽ വെച്ചിട്ട് അവരിങ്ങനെ തള്ളിക്കൊണ്ടുവരുന്നു. അപ്പൊ ആദ്യം തന്നെ ഞാൻ കുട്ടീനെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ അതുവരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ അറിയാതെ എന്റെ കണ്ണീരിങ്ങനെ കണ്ണുനീരിങ്ങനെ വന്നു. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. എനിക്ക് എന്ത് ചെയ്യണം, ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുട്ടീനെ എടുക്കാൻ. അതിന് മുന്നേ എനിക്ക് കുട്ടികളെയൊക്കെ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അന്ന് ഈ പൊടിക്കുഞ്ഞുങ്ങളല്ലേ, എനിക്ക് അങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയും, എന്തെങ്കിലും പറ്റുമോ എന്നൊരു പേടി. പക്ഷെ ഇത് എന്റെ സ്വന്തം ചോര, അപ്പൊ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഇതില് എന്തോ ദൈവം പറ്റിയില്ല ആ സമയത്ത്. ഒന്നും എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യണം എന്നൊരു ഐഡിയ. അപ്പൊ ഇങ്ങനെ കൈയെടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മയെ കൊണ്ട് തിരിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബേബിനെ തിരിച്ച് അകത്തോട്ട് പോയി. അപ്പോഴത്തേക്കും ഗായത്രി എന്തോ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ആഫ്റ്റർ ഒരു 3 മണിക്കൂറൊന്നും കഴിഞ്ഞപ്പോഴാണ് അപ്പൊ അവിടെ ഒരു ചേച്ചി ഇതിനു മുന്നേ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഏതോ ഒരു കൊച്ചു കടന്നിങ്ങനെ ഭയങ്കര കാറിലാണ്. അയ്യോ, അപ്പത്തേക്കും എനിക്കത് കേട്ടപ്പോ ദേഷ്യമായി. അപ്പത്തേക്ക് ഞാൻ എന്നോട് പറഞ്ഞ അങ്ങനെ ഒരു പറഞ്ഞു, അത് ഗായത്രിയാന്ന് എനിക്കറിയാം. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ അതൊക്കെ വീട്, നമുക്കിപ്പോ അതല്ലല്ലോ വരുന്നത് പറഞ്ഞു. പക്ഷെ എന്റെ തെറ്റിദ്ധാരണയായിരിക്കും. അവരെന്നോട് വന്ന് ചോദിച്ചാൽ മോന്റെ ഭാര്യ ആയിരുന്നല്ലേ, പാവം തോന്നി, ഇതൊക്കെ ഇങ്ങനെ കൂവി പിടിച്ചപ്പോഴത്തേക്കും കഷ്ടം തോന്നി. അപ്പൊ എന്റെ മോൾ അവിടെ കിടക്കുക, രാവിലെ 3 മണിക്ക് എന്തോ വന്ന, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പൊ അതും കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ആ ഒരു പെയിൻ അത്രയും നേരം അവർ സഹിച്ചിരിക്കുക എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അപ്പം ആ സമയത്തെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പെണ്ണുങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി. എന്റെ ലേബർ എക്സ്പീരിയൻസ് നമുക്ക് വേറൊരു വീഡിയോ പോലെ ചെയ്യാല്ലേ? അത് വേറെ എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് അറിയത്തില്ല, കാരണം ഞങ്ങൾ പുറത്തായതുകൊണ്ട്, ഗായത്രി അകത്തായതുകൊണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഗായത്രിക്ക് പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള വീഡിയോസും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയും നമ്മുടെ ജസ്റ്റ് ഒരു ഗുഡ് ന്യൂസ് പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നമ്മുടെ വ്ളോഗിങ്ങിൽ പുതിയ ഒരു ആളും കൂടെ വന്നു, മെമ്പറും കൂടെ വന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ കുറെ നമുക്കിങ്ങനെ ദൈവം സന്തോഷം തന്നു. അപ്പൊ ആ സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂസ് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.